എന്തെങ്കിലും ഡയലോഗുള്ള വേഷമാണോ? വാഴൂർ ജോസഫിനും വിചാരിച്ചാൽ നടക്കൂന്നേ. എത്ര നാളെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ എങ്ങനെയെങ്കിലും. ആ ശരി, ഓക്കെ. എന്തായി? പതിവ് ഡയലോഗ് തന്നെ. 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാം. എന്റെ മനസ്സ് പറയുന്നു ഇത് ശരിയാ. ഇത് കുറെ ശരിയാകും. ദൈവം തമ്പുരാൻ വിചാരിച്ചിട്ട് ആ പല്ല് ശരിയാക്കാൻ പറ്റില്ല. നീ വായിന്ന് കേട്ടതേ. നീ ഇങ്ങനെ പിണങ്ങല്ലേ. നിന്റെ ഈ പല്ലും എന്റെ ഈ തലയും അതല്ലേ നമ്മുടെ മനപ്പൊരുത്തം. അതല്ല ഞാൻ പറഞ്ഞത്. നിന്റെ വീടിന്റെ കാര്യം നേരായി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ശരിയാവില്ലേ? അതെങ്ങനെ നേരാവന? എന്റെ വീടിന്റെ ആധാരം നിന്റെ അപ്പന്റെ കയ്യിലല്ലേ? അത് പറയാനാ ഞാൻ വന്നത്. എനിക്കൊരു ഐഡിയ. നമുക്ക് അപ്പുറത്തേക്ക് പോകാം. അതല്ല ഒരു കാര്യം പറയാനാ. ആധാരം മോഷ്ടിക്കാം. നീ എന്തൊക്കെയാ പറയണേ? നിന്റെ വീട്ടിൽ കയറിയിട്ട് നിന്റെ അച്ഛന്റെ ലോക്കറിൽ നിന്ന് എന്റെ വീടിന്റെ ആധാരം ഞാൻ മോഷ്ടിക്കണമെന്നോ? യു മീൻ മോഷണം? നീ ഇതെന്തിടി നേരത്തെ പറയാതിരുന്നേ? നിന്നെ പോലൊരു കള്ളിയെ എന്റെ ഭാവി വധുവായിട്ട് കിട്ടാൻ ഞാൻ എന്ത് പുണ്യം ചെയ്തടാ. എത്ര സീരിയൽ കാണുന്നവളാ ഞാൻ. അങ്ങനെ ഒരു കുറവ് മാത്രമേ നിനക്കുള്ളൂ. ഒന്നുമില്ല, നീ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാ. ലോക്കറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ എന്റെ കയ്യിലാണോ? വരുമ്പോ തരാം. അപ്പൊ നീ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി കൃത്യം 1 മണിക്ക് മുഖം മറക്കണ്ടേ? അടിപൊളി. ആളെ അറിയയില്ല. ഇങ്ങനെ വാ. ഇങ്ങനെ വന്നാലേ കേട്ടോ. അങ്ങനെയല്ല, കറങ്ങി വാ. എന്തൊക്കെ ആചാരങ്ങളാ. എന്റെ ശംഖു ഇങ്ങനെ വാ. ഒരു കാര്യം പോയോ? ഹലോ ഹലോ, എന്തോ ഒരു കാര്യം ചോദിക്കാൻ അകത്ത് വെച്ച് ചോദിക്കാം. എങ്ങോട്ടായി പോന്ന്? എന്റെ കുന്തം കുന്തം വെച്ചാണോ തുറക്കുന്നത്? എന്റെ കൈ താക്കോലില്ലേ? വാ. സംഗതി കൊള്ളാം, പക്ഷെ എന്തോ ഒരു വശക്കേട്. സേഫ് അവിടെയാ ഉള്ളത്. അങ്ങോട്ട് പോ. രഞ്ജുവിന്റെ മുറി. ഇത് രഞ്ജുവിന്റെ മുറിയാ. അവൾ ഉണരും. വാ 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 വാ. ഇതാ താക്കോല്. ചെന്ന് താഴെ വരാന്തയുടെ അറ്റത്ത് നിന്നാ മതി. എന്താ നോക്കി നിൽക്കുന്നത്? വേഗം ചെല്ല്. ഞാൻ പോയി അച്ഛനെ നോക്കിട്ട് വരാം. എന്നിട്ട് സേഫ് ഓർക്കാം. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഇവിടെയല്ല, വരാന്തയുടെ ആ അറ്റത്തുള്ള മുറി. അതല്ല താക്കോൽ എവിടെയെന്ന്? അതല്ലേ ഇപ്പൊ തന്നത്. എപ്പോ തന്നു? അപ്പോഴേക്കും കൊണ്ട് കളഞ്ഞോ? ഇവിടെ എവിടെയെങ്കിലും പരതോ? ആരോ വരുന്നു. നോക്കിക്കോ നോക്കിക്കോ. ഞാനിപ്പോ എന്താ നോക്കേണ്ടത്? അവളെന്റെ കയ്യിൽ താക്കോൽ എപ്പോ തന്നു? ടോട്ടൽ കൺഫ്യൂഷൻ. ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് നോക്കാം. ഇവിടെ ഒന്നും ഇല്ലെങ്കിലോ? താക്കോൽ താഴെ വരാന്തയുടെ അറ്റത്തുള്ള മുറിയിലാ സേഫ്. മനസ്സിലായോ? അഞ്ജു എനിക്ക് തന്നു എന്ന് പറയുന്ന താക്കോൽ മഞ്ജു ഇപ്പൊ എനിക്ക് കൊണ്ടുതരുന്നു. വെരി കൺഫ്യൂഷൻ തമ്പുരാൻ. അഞ്ജു കിട്ടിയോ? എന്ത് കുന്തം? കുന്തമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇതെടുത്ത് തൊലയിലൊന്ന് വെച്ചു. പോയിട്ട് സേഫ് വേഗം തുറക്ക്. कुछ गड़बड़ है ये क्या? ओके അഞ്ജു
ഈ ലോക്കർ കാണാൻ പറ്റുന്ന സ്ഥലത്ത് വെച്ചൂടെ? ഇതൊരു ഓട്ടോറിക്ഷ പിടിച്ചു പോണല്ലോ. അയ്യോ ഡാക്കിനി. എന്താ ദാ താക്കോൽ അവിടെ. വരാന്തയുടെ അറ്റത്തുള്ള മുറിയിലല്ലേ ലോക്കർ? എന്റെ കയ്യിൽ താക്കോലുണ്ട്. ഇത് നീ വേറെ ആർക്കെങ്കിലും കൊണ്ട് കൊടുറി. നമുക്കൊന്നും ഉറക്കില്ലേ? ഇവിടെ പൂക്കാട്ട് പിടിയില്ലയോ? എക്സ്ക്യൂസ് മീ, ഇതെനിക്കുള്ളതാണ്. താങ്ക് യു. ഇതാണോ മഞ്ജു പറഞ്ഞ റൂം? ഇത് തന്നെ മുറി. ഈ ലോക്കറൊക്കെ കൊണ്ട് ആരെങ്കിലും ഒളിപ്പിച്ചു വെക്കൂ. ഇതെവിടെ അന്വേഷിക്കൂ? കണ്ണാടിയാണല്ലേ. ഗ്ലാമറായിട്ടുണ്ട്. പൗഡർ ഇടായിരുന്നു. ഈശ്വരാ. അയ്യോ ആരോ. വീണ്ടും ഞാൻ തന്നെയോ? ഇവിടെയും കണ്ണാടിയോ? നേരത്തെ കണ്ടില്ലല്ലോ. കണ്ണാടി തന്നെ. എടാ കണ്ണാടി, നിന്നെ ഞാൻ സംശയിച്ചടാ. ബ്ലഡി ഫൂൾസ്. അയ്യോ എടാ പോർക്കളെ, ഇത് കണ്ണാടി മുറി അല്ല. എടാ റാസ്കൽ. എടാ ഭാസ്കർ, നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്കൊന്നും വേറൊരു വേഷവും കിട്ടിയില്ലടാ. അത് തന്നെയാണ് എനിക്കും നിന്നോട് ചോദിക്കാനുള്ളത്. ഇനിയെങ്കിലും ഒരു പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകുന്നതാണ് ബുദ്ധി. കമോൺ, എല്ലാരും കമോൺ. ഞാൻ തുറക്കാം. ഞാൻ തുറക്കാം. ഞാൻ തുറക്കാം. പരസ്പര ധാരണ, ഞാൻ തുറക്കാം. സത്യം പറയടാ, ആരാണ് അടിച്ചു മാറ്റിയത്? അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. നിനക്ക് എപ്പോഴും ഇത് തന്നെ ചോദിക്കാനുള്ളത്. എന്ത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിനക്ക് എന്താണ് ചോദിക്കാനുള്ളത്? എനിക്കല്ല ചോദിക്കാനുള്ളത്, നീ അല്ലേ ചോദിച്ചത്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിനക്ക് എന്താണ് ചോദിക്കാനുള്ളതെന്ന്? നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? ചോദിക്കാനല്ലടാ, പറയാനാ ഉള്ളത്. എനിക്ക് നിങ്ങളെ കുറിച്ച് പോലീസിനോട്. പോലീസിനെ വിളിക്കടാ.